അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാ. പിറുസത്തു ചങ്ങായിമാർ, പരിശുദ്ധമായ റമളാനിൽ ഖുർആൻ ഓതരണിക്കത്തെ, ഖുർആൻ പൂർത്തിയാക്കടെ, ഖുർആൻ ഖത്തം തീർക്കണ എനിക്കത്തെ ആൾമാർ ശ്രദ്ധിക്കണായ പ്രധാനപ്പെട്ട ഒരു 7 കാര്യമായിട്ട് ഇവിടെ ഇൻ്റനാനികളൊട്ടിಗೆ ചൊല്ലത്. അള്ളാഹു തആല ഈ ഒരു പരിശുദ്ധമായ റമളാൻ തിങ്കളെ അനുകൂലമായി സാക്ഷി നിൽക്കുന്ന കൂട്ടത്തിൽ അള്ളാഹു നിങ്ങളെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. ഈ റമളാനിൽ ചുമ്മ ഇബാദത്ത് എടുക്കും അള്ളാഹു നിങ്ങൾക്ക് തൗഫീഖ് തരട്ടെ. ചുമ്മ ആൾമാർ ദുആർക്കണം ചൊന്നെങ്ക ഉള്ളാർ അർഹമുർ റാഹിമീനായ റബ്ബ് അങ്ങനെയും നങ്ങനെയും എല്ലാ ഹലാലായ ഉദ്ദേശം പൂർത്തിയാക്കി തരട്ടെ. എല്ലാ ബേജാറും തീർത്തിട്ട് ഹൈറായ സന്തോഷമുള്ള ജീവിതം പടച്ച റബ്ബ് അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. പിറുസത്തു ചങ്ങായിമാർ, പരിശുദ്ധമായ റമളാനും ചൊന്നെങ്കിൽ അത് ഷഹ്റുൽ ഫുർഖാൻ, അത് ഖുർആൻ്റെ ഒരു തിങ്കളായിട്ടിക്കടെ. റമളാനും ഖുർആനും ഭയങ്കര ബന്ധമായിട്ടിക്കടെ. ആണെന്തേ നിങ്ങൾ പരിശുദ്ധമായ ഖുർആൻ എടുത്ത് നോക്കറോ, ഖുർആനിൽ ഒരേ ഒരു തിങ്ങലിൻ്റെ പേര് മാത്രമായിട്ടിക്കടെ മെൻഷൻ ആക്കിയിട്ട് കാണേണ്ടത്. അത് ഏത് തിങ്ങൽ? പരിശുദ്ധമായ റമളാൻ. ഷഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ. റമളാൻ തിങ്കൾ ചൊന്നിയത് ഖുർആൻ ഇറക്കി കിടക്കത്തൊരു തിങ്കൾ. റമളാനിക്ക് ഇത്ര പോരിശ, ഇത്ര പവർ കിട്ടുക കാണുന്നതിൻ്റെ ഒരു കാരണം പരിശുദ്ധമായി ഖുർആൻ ഇറങ്ങിയ തിങ്കളായിട്ട് കിടന്നത്. അപ്പോൾ റമളാൻ തിങ്കളിൽ ഖുർആൻ ചൊന്നെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഇവിടെ വലിയ പ്രതിഫലമായിട്ട് ഇവിടെ കിട്ടിയത്. റമളാൻ ചൊന്നെ ഖുർആൻ ഇല്ലാത്ത റമളാൻ ചൊന്നെ, ഖുർആൻ ഓതാത്ത റമളാൻ എങ്ങനെയാണ് കേട്ടെങ്കിൽ അത് ജീമയില്ലാത്ത തടി പോലെ ആയിട്ടിരിക്കണം. അതുകൊണ്ട് ഖുർആൻ ഞങ്ങൾ ഈ ഒരു തിങ്കൾ ധാരാളമായിട്ട് ഓതണം. ഖുർആൻ ഇപ്പോൾ ഓതുക ആവില്ലാണ്ട് കണ്ടെങ്കിൽ ഖുർആൻ എന്താക്കുക, ഇങ്ങനെ ആരെങ്കിലും ഓതരേണ്ട് കണ്ടെങ്കിൽ അതിങ്ങനെ കേട്ടോണ്ടിക്കുക, ഖുർആൻ നോക്കിയോണ്ടിക്കുക. നോക്കിയെങ്കിലേ പ്രതിഫലം കിട്ടിയഴിക്കത്തെ 3 വിഷയത്തിൽ ഒന്നായിട്ട് കിടയത് ഖുർആനും ചൊല്ലുക. അപ്പോൾ നോക്കിയെങ്കിലേ പ്രതിഫലമായിട്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ചെറിയ സൂറത്ത് മാത്രമായിട്ട് കിടക്കൊന്നുമില്ലേ, ആ സൂറത്ത് ഇങ്ങനെ റിപ്പീറ്റായിട്ട് ഇങ്ങനെ ഓതിയോണ്ടിക്കുക. അപ്പോൾ ഖുർആനുമായിട്ട് യാറെ ബന്ധപ്പെടുന്നായ ഗണിക്കത്തെ ഒരു തിങ്കളായിട്ട് ഇവിടെ പരിശുദ്ധമായ റമളാൻ തിങ്കൾ. ഖുർആൻ പഠിക്കുന്നതും അങ്ങനെ. മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ ജിബ്രീൽ അലൈഹിസ്സലാം റമളാനിൽ വന്നതിന് കണ്ടെങ്കിൽ ഖുർആൻ്റെ ഫസ്റ്റ് തോൽ ഇങ്ങനെ ഖുർആൻ ഓതിക്കൊടുത്തോടിത്ത് കേപ്പാട്ടിയോണ്ടിട്ട് ഹബീബായ മുത്തു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങ നമുക്ക് പഠിപ്പാടി തന്നെ എനിക്കത്തൊരു വിഷയമായിട്ട് ഇവിടെ. അപ്പോൾ റമളാനിൽ ധാരാളമായിട്ട് നിങ്ങൾ എന്താക്കുക, ഖുർആൻ ഓത. കുറഞ്ഞത് ഓരോ 4-5 ജുസ് അല്ലെങ്കിൽ 6 ജുസ് ഇങ്ങനെ ഓതിയിട്ട് ഒരു റമളാൻ തീരുമ്പത്തുക ഒരു 5 ഖത്ത് അല്ലെങ്കിൽ ഒരു 4 ഖത്തെങ്കിലും ഞങ്ങളെ കൊണ്ട് സാധ്യമാവിടത്ര ഞങ്ങൾ ഓതുന്നുണ്ടായിട്ട് ഖുർആനുമായിട്ട് നല്ല ബന്ധപേനായ ഗണിക്കത്തെ ഒരു തിങ്കളായിട്ട് ഞങ്ങൾക്ക് മഹാന്മാരായിട്ടുള്ള ഹാൽമാർ അങ്ങ് പരിശുദ്ധമായ റമളാൻ വന്നതിന് കണ്ടെങ്കിൽ അങ്ങ് ഓതിര ഖുർആൻ എത്രയായിട്ട് ഷാഫി ഇമാമിൻ്റെ ചരിത്രം ഞങ്ങൾ കേട്ട പൗലുഗു റമളാൻ്റെ പൗലുഗു ഒരു ഖത്ത ജാവുഗ് ഒരു ഖത്ത് ഓതി തീർത്തോടിന്നാർ. 2-4 ഖത്ത് ഓതിയ മഹാന്മാരുള്ള, 3-4 ഖത്ത് തീർത്തെണിക്കത്തെ ആൽമാറുള്ള വലിയ സൗഭാഗ്യമായിട്ട് ഇവിടെ വലിയ നസീബ്. കാരണം എന്തേ ഞങ്ങൾക്കൊന്നും പരിശുദ്ധമായ ഖുർആൻ്റെ ആ ഒരു അക്ഷരത്തുക 10 പ്രതിഫലമായിട്ട് ഇവിടെ പഠിച്ചുകൊണ്ടത്. റമളാനിൽ എത്രയായിട്ട് ഇവിടെ പ്രതിഫലം കിട്ടിയത് നല്ലൊരു ടൈമാണ്. അതുകൊണ്ട് റമളാനിൽ നിങ്ങൾ ധാരാളമായിട്ട് ഖുർആൻ ഓതുക. അൽഹംദുലില്ലാ ചുമ്മത്തെ ആൽമാറും ഈ പരിശുദ്ധമായ റമളാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2ാമത്തെ നോമ്പായിട്ട് ഇവിടെ ഇൻ്റെ ഈ സമയത്തിൽ 10 ജുസ് ഓതിയങ്ങ ഉള്ളാർ, 20 ജുസ് ഓതിയങ്ങ ഉള്ളാർ, ഇങ്ങനെ ഖത്തമ ആക്കണമെന്ന് ചെന്നിട്ട് വലിയ നിയ്യത്ത് വെച്ചിട്ട് അത് ഓതിരടിക്ക് താൽമാറുള്ളാർ. അള്ളാഹു ഞങ്ങൾക്ക് എല്ലാവർക്കും ചമ്മ ഖുർആൻ ഓതരെ ആ ഖുർആൻ്റെ അഹ്ലുകാരെ കൂട്ടത്തിൽ അല്ലേ, അഹ്ലുൽ ഖുർആൻ അഹ്ലുല്ലാ, ഖുർആൻ്റെ ആൽമാർ അള്ളാഹുടെ ആൽമാറായിട്ട് ഇക്കിടാർ. അപ്പോൾ ആ ഒരു കൂട്ടത്തിൽ അള്ളാഹു നിങ്ങളെ ഉൾപ്പെടുത്തി തരുമാറാകട്ടെ. അപ്പോൾ ഏതായിട്ടും ഖത്തമുൽ ഖുർആൻ, ഖത്തം ചൊന്നതിൽ ഖുർആൻ പൂർത്തിയായിട്ട് ഓതരയ്ക്ക് ഫാത്തിഹ തെറിപ്പിച്ചിട്ട് കുലൗദർ ബിന്നാസോല ആ പൂർത്തിയായിട്ട് ഓതരയ്ക്കായിട്ട് ഇവിടെ ഖത്തം തീർക്കണേ ഞങ്ങൾ ചൊല്ലത്. അപ്പോൾ അങ്ങനെ പൂർത്തിയായിട്ട് ഓതര ഗണിക്കത്തെ ആൽമാർ ശ്രദ്ധിക്കണായ ഗണിക്കത്തെ കുറേ വിഷയമായിട്ട് ഇവിടെ ഇന്ന് ഞാൻ നിങ്ങളൊട്ടിക്ക് ചെയ്ത് ചൊല്ലിക്കുമ്പോൾ ഇന്ന് കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു വിഷയം നാ ചൊന്നിട്ടിന്ന്. അതായത് കഴിഞ്ഞ റമളാനിൽ നിങ്ങൾ ഒരു റിലീഫ് ഫണ്ട് നിങ്ങൾ ചാനലിൻ്റെ കീഴിൽ ചുമ്മാൽമാരെ ഒരു സഹായിച്ച വിഷയം നിങ്ങളെ സഹകാരം കൊണ്ടിട്ട്. അപ്പോൾ ഈ വർഷം കൂടി റമളാനിൽ നിങ്ങൾക്ക് ചുമ പാവപ്പെട്ട ആൾമാരൊന്ന് സഹായിക്കൊണ്ട് നിങ്ങൾ ചാനലിൽ ഈ റമളാനിൽ മാത്രമായിട്ട് ഇവിടെ ഈ ഒരു വിഷയം നിങ്ങളുടെ എതിരിൽ ചൊല്ലത്. അപ്പോൾ നിങ്ങൾ ആരെങ്കിലും അങ്ങനെ നിങ്ങൾ സഹകരിക്കാറുണ്ട് കണ്ടെങ്കിൽ എൻ്റെ ഈ ഒരു നമ്പർക്ക് നിങ്ങൾ ഗൂഗിൾ പേ ആക്കും. ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് എത്ര പൈസ ആവിടോ അത് പാവപ്പെട്ട ആൾമാർക്ക് റമളാൻ കിറ്റായിട്ടും അതേപോലെ
പെരുന്നാളുകളുടെ ഡ്രസ്സിലെ കാസായിട്ട് ഇങ്ങനെ എന്തെങ്കിലും പാവപ്പെട്ട ആൾമാർ നോക്കിയിട്ട് ഇൻഷാ അല്ലാഹ് നിങ്ങൾക്ക് സഹായിക്കണം. റബ്ബ് തൗഫീഖ് തന്ന് അനുഗ്രഹിക്കുമാർ. അപ്പോൾ ഈ ഒരു വിഷയത്തിൽ നിങ്ങൾ എല്ലാവരും ഞങ്ങളൊട്ടിಗೆ സഹകരിക്കണോണ്ട് ഒന്നും കൂടി നിങ്ങളിൽ നിന്നാണ് കേട്ടുകൊണ്ടില്ല. അപ്പോൾ ഒന്നാമതായിട്ട് ശ്രദ്ധിക്കണോ, പരിശുദ്ധമായ റമദാൻ ഖത്മ തീർക്കടെ പൂർത്തിയായിട്ട് ഓതിരണിക്ക താൽമാർ ഒന്നാമതായിട്ട് പിന്നെ ശ്രദ്ധിക്കണ വിഷയം എന്തെങ്കിൽ നല്ലൊരു നീയത്ത് ഫസ്റ്റ് എന്താക്കി ഇപ്പോൾ ഓതി തുടങ്ങിയിട്ടായിരുന്നെങ്കിൽ ഈ സമയത്തിൽ നല്ലൊരു നീയത്ത് നാണ് റബ്ബുകബേനായിട്ട് ഖത്മുൽ ഖുർആൻ പൂർത്തിയായിട്ട് ഓതിരാൻ ചൊല്ലിയാണെങ്കിൽ ഒരു നീയത്ത് എന്താക്കുക മനസ്സിൽ വെച്ചോളാം. കാരണം എന്താ ആ ഒരു നീയത്ത് ആയിട്ട് നിങ്ങൾക്ക് വലിയ ഒരു പ്രതിഫലം കിട്ടത്. ഇത് ഒന്നാമതായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കുക. രണ്ടാമത്തായിട്ട് ഞങ്ങൾ ഇപ്പോൾ ഖത്മുൽ ഖുർആൻ ഓതുമ്പോഴത്തേക്ക് എവിടെയെങ്കിലും ഖുർആൻ ഓതിയിട്ട് ഞങ്ങൾ നിപ്പാടിയിട്ട് നിസ്കാര ടൈമാവും അല്ലെങ്കിൽ പിന്നെ ഓതാൻ ചെന്നിട്ട് ഞങ്ങൾ എന്താക്കണം ഖുർആൻ അവിടെ ഒരു ജാഗയിൽ സ്റ്റോപ്പ് അങ്ങനെ സ്റ്റോപ്പ് ആക്കിയിട്ട് ഉദാഹരണം ചൊല്ലിയാണെന്നുണ്ടെങ്കിൽ ബക്കറ സൂറത്ത് ഞങ്ങൾ ഇപ്പോൾ തുടങ്ങിയ ഒരു 100 ആയത്താകുമ്പോഴത്തേക്കും ഞങ്ങൾ എന്താക്കി ആ ജാഗയിൽ ഞങ്ങൾ സ്റ്റോപ്പ് ആക്കി. അപ്പോൾ ഈ നെക്സ്റ്റ് ഞങ്ങൾ അത് തുടങ്ങുമ്പോഴത്തേക്കോ അതിന് മുന്നത്തെ ഒരു ആയത്ത് ഓതിട്ടായിട്ട് ഇവിടെ ഞങ്ങൾ തുടങ്ങണായ അത് അദബിൽപ്പെട്ടത്. അതിപ്പോൾ അങ്ങനെ നിർബന്ധമായിട്ടുള്ളൊരു വിഷയം എന്തല്ല, പക്ഷേ അതൊരു അദബായിട്ട് ഖുർആൻ്റെ ഒട്ടികൊല്ല എനിക്കത്തെ ഒരു അദബായിട്ട് ഇവിടെ ഞങ്ങൾ പാലിക്കണം. ആ 90 ആയത്തെ ഓതിട്ട് അങ്ങനെ എന്താക്കുക കണ്ടിന്യൂ ആക്കിക്കൊണ്ട് പോവാം. അതൊന്ന് ശ്രദ്ധിക്കണം എനിക്കത്തെ വിഷയം. മൂന്നാമത്തേത് മഹാനായിട്ടുള്ള ഇമാം നവവി റഹിമഹുല്ല മഹാൻ പഠിപ്പാടി തൻ്റെ ഒരു ഗണിക്കത്തൊരു വിഷയമുണ്ട്. ഞങ്ങൾ ഈ ഖുർആൻ പൂർത്തിയാക്കണേ ആ ഖത്തമ് പൂർത്തിയാക്കണേ എനിക്കത്തൊരു ടൈം ഒന്നിരിക്കലും സുബൈയുടെ സ്റ്റാർട്ടിങ് ടൈമിലാക്കുക, അല്ലെങ്കിൽ ഞങ്ങൾ ജാവുടെ സ്റ്റാർട്ടിങ് അതായത് മഗ്രിബ് നിസ്കരിച്ചു പിന്നെ ആ ഒരു സ്റ്റാർട്ടിങ് ടൈമിൽ എന്താക്കുക ഞങ്ങൾ ഖത്തമ പൂർത്തിയാക്കാൻ ആ സമയത്ത് ഞങ്ങൾ പൂർത്തിയാക്കിയെന്നുണ്ടെങ്കിൽ ആ സുബൈത്തെ മോന്തി തോല സ്വല്ലത്ത് അലൈഹിൽ മലായിക്കത്തു ഹത്താ യുംസിയ ആ മോന്തി തോല അവനുക്ക് ബേനായിട്ട് മലായിക്കത്ത് ദ്വാർക്കുണ്ടായിട്ടിക്കടെ. ഇനിയിപ്പോൾ മഗ്രിബിയുടെ സമയത്ത് അതായത് ഈ ഒരു ജാവുടെ തുടങ്ങുന്ന സമയത്ത് ഞങ്ങൾ ഈ ഖുർആൻ പൂർത്തിയാക്കണാണ് കണ്ടെങ്കിൽ ഹത്താ യുസ്ബിയ സുബൈത്തോല മലായിക്കത്ത് അവനുക്ക് ബേനായിട്ട് ദ്വാർക്കുണ്ടായിട്ടിക്കടെ. അപ്പോൾ ആ ഒരു സമയത്തിൽ ആ എത്ര ഞങ്ങൾ ഖത്മ പൂർത്തിയാക്കുവാനായിട്ട് ആ സമയത്ത് ഞങ്ങൾ എന്താക്കണോ ട്രൈ ആക്കൊണ്ടായിട്ടിക്കടെ. അതേപോലെ ഖുർആൻ പൂർത്തിയായ സാത്ത് എന്താക്കണോ നല്ലോണം ദ്വാർക്കണം ഉണ്ടായിട്ട് ഖത്തബലങ്ങളുടെ ഉണ്ടല്ലോ ചൊല്ലല് ദ്വാർക്കണം നല്ലോണം ദ്വാരക്കും. എന്ത് ചെയ്യുന്നെങ്കിൽ ആ ഒരു ദുആത്ത് ആമീൻ ചൊല്ലുകയായിട്ട് 40,000 മലായിക്കത്ത് പറഞ്ഞിട്ടായിരിക്കും. കാരണം അത്ര ശ്രേഷ്ഠതയായിരിക്കും ആ ദ്വാക്കുള്ളത്. ആ ദ്വാക്ക് വലിയ പവറായിട്ടിക്കടും ഉള്ളത്, വലിയ ഉത്തരമായിട്ടിക്കടും ഉള്ളത്. 40,000 മലായിക്കത്ത് ആമീൻ ചൊല്ലുകയായിട്ട് ആ ഒരു സദസ്സിലിക്കോ അങ്ങ് ബറുവാറുണ്ടായിട്ടിക്കട്. അതേപോലെ ഈ ഒരു ഖത്തം തീർന്ന സമയത്തിൽ അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രത്തിൽ കാണും ഖത്തം തീർന്നതിന് കണ്ടെങ്കിൽ അൻ്റെ ഒരു ആൽമാർക്ക് ഒരു മധുര കൊടുക്കൽ ഒരു സന്തോല അണ്ടല്ല എന്നാൽ ഇപ്പോൾ സീറിൻ്റെ എല്ലാം ചൊല്ലല്ലേ അങ്ങനത്തെ ഒരു ഈ വിഷയ മഹാനായിട്ടുള്ള അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു ഇപ്പോൾ റമദാനിൽ നിങ്ങൾ തീരുക അവിടെ കണ്ടെങ്കിൽ ആ സമയത്ത് ഈ സമയത്ത് നെയ്ത്തപ്പല കൊടുക്കുക തിന്നരുത് നോമ്പ് തുറക്കുമ്പോൾ തിന്നേണ് കണ്ടെങ്കിലും അങ്ങനെയെല്ലാം കൊടുത്തിട്ട് അത് ഒരു സന്തോഷമായിട്ടിക്കടെ അതൊരു നല്ല വിഷയമായിട്ടിക്കടെ. അതേപോലെ ഞങ്ങൾ ഒരു ഖത്തം തീർക്കലാണ് കണ്ടെങ്കിൽ ഇപ്പോൾ റബ്ബിന്നാസ് എത്തുമ്പോൾ ഞങ്ങൾ ഖത്തം തീർക്കണം. പക്ഷെ ഞങ്ങൾ സ്റ്റോപ്പ് ആക്കൂടായി ഇന്നൊരു ഖത്ത് തുടങ്ങിയിട്ടായിരിക്കും ഒരു ഫാത്തിയും ആ ബക്ര സൂറത്തിലൊത്ത് തുടക്കല്ല ആ ഓതി വെച്ചിട്ടായിരിക്കും ഞങ്ങൾ എന്താക്കൂടായി ഒരു ഖത്ത പൂർത്തിയാക്കൽ പിന്നെ ഇതും കൂടി ഓതിട്ടായിരിക്കും ഞങ്ങൾ എന്താക്കൂടായി സ്റ്റോപ്പ് ആക്കൂടായി. എന്തായിരുന്നെങ്കിൽ പുതിയൊരു ഖത്തം തുടങ്ങുമ്പോഴത്തേക്കോ അത് വലിയൊരു സന്തോഷം കൂടിയായിരിക്കണം. മാത്രമല്ല ഞങ്ങൾ ഒരു ഖത്ത തീരുകയായിട്ട് ഇബ്ലീസ് കാത്തുകൊണ്ടിരിക്കണം. കാരണം ഓർക്ക് ഓതി തീന്നമ്മയോ ഇനർക്ക് ഓതലാൻ വിചാരിച്ചിട്ട് അതേ സമയത്ത് ഞങ്ങൾ ഈ ഒരു ഖത്തം തുടങ്ങി വെക്കുമ്പോഴത്തേക്കോ അവനക്ക് വലിയ ബേജാറായിട്ട് വലിയ ദുഃഖമാണ്. അപ്പോൾ ഒരു ഖത്തം ഞങ്ങൾ കുലോദറബിന്നാസ് എത്തിയെന്ന് കണ്ടെങ്കിലും ഇനൊരു ഖത്ത തുടങ്ങിയിട്ടായിരിക്കണം ഞങ്ങൾ എന്താക്കണായ അവിടെ സ്റ്റോപ്പ് ആക്കണ. ഇത് ശ്രദ്ധിക്കണായ കണിക്കത്തെ ഒരു വിഷയമായിട്ടിക്കടെ. അതേപോലെ ഈ ഖത്തം തീരെ നാൾ നോമ്പിടിക്കുക ഇപ്പോൾ സാധാരണ റമദാനായ നോമ്പായിട്ടിക്കടെ, പക്ഷെ അങ്ങനെ നോമ്പിടിക്കൽ പ്രത്യേകമായിട്ടുള്ള ഒരു വിഷയം കൂടിയായിട്ടിക്കടെ. അതേപോലെ ഈ ഖത്തം തീർക്കട സദസ്സിൽ ആരെങ്കിലും ഖത്തമുണ്ട് ഖത്തം ബലങ്ങടെ അല്ലെങ്കിൽ ഖത്തം തീർക്കണ മജിലിസ് അപ്പോൾ ഇങ്ങനത്തെ മജിലിസിലെല്ലാം പോയിട്ട് ഭാഗവീസ് ഉണ്ടായിട്ട് കാരണം മലായിക്കത്തുൽ കിറാമായിട്ടിക്കടെ ആ ഒരു സദസ്സിൽ ഇറങ്ങടെ. ഇനി അതേപോലെ നമുക്ക് കാണാണ്ട് ഗൊന്തിന്നേന് കണ്ടെങ്കിലും നോക്കി ഓതലായിട്ടിക്കടെ ആ ഒരു ഖുർആൻ്റെ മര്യാദ ഞാൻ ചൊല്ലിയത്. അതേപോലെ ഇനോ ശ്രദ്ധിക്കുന്ന വിഷയം ഞങ്ങൾ ഇപ്പോൾ ഈ ഖുർആൻ്റെ ഓരോ പേജ് എടുക്കുമ്പോഴത്തോ ഈ തുപ്പത്തന്നെ കൈ ബെർലുകാക്കിയിട്ട് ഇങ്ങനെ പേജ് മരിക്കണ എനിക്ക് താൽമാറുള്ള അത് ജാഗ്രതാക്കുന്ന എനിക്കത്തൊരു വിഷയമായിട്ടിക്കടെ അതൊരു അദബ് കേടായിട്ടിക്കടെ അങ്ങനെ അങ്ങ് ആക്കോ തീരാണ്ടായിരിക്കും. അതേപോലെ ഈ ഒരു ഖുർആൻ്റെ പേജ് മടക്കി വെക്കണ എനിക്ക് അതായത് ഖുർആൻ സ്റ്റോപ്പ് ആക്കുമ്പോഴത്തേക്കും ആ ഒരു പേജ് മടക്കിയിട്ട് ബന്ധാക്കണ എനിക്കത്തെ അതൊരു അവസ്ഥ ഉണ്ടാവത്തെ. എന്തെങ്കിലും
വെപ്പ് അല്ലെങ്കിൽ ഇൻ്റെ ഇപ്പം അതൊക്കെ പേനായിട്ട് ഉപയോഗിക്കൂല എനിക്കത്തെ വ്യവസ്ഥ സാധാരണ ഖുർആനിലെ ഇക്കട് അതേ സമയത്തിൽ ഖുർആൻ്റെ ആ ഒരു കടലാസ് മടക്കി വെക്കട എനിക്കത്തെ ഒരു സ്വഭാവം നമുക്ക് ഇക്കോതിയിൽ അതേപോലെ ഖുർആനിലെ ആ പെണ്ണിലല്ല ഖുർആനിൽ എഴുതിയ പെണ്ണിൽ പെൻസിലല്ല ആ മാർക്കാക്കി വെക്കടെ അതും തീരാനായിട്ടിക്കടെ അതേപോലെ ഖുർആൻ്റെ നേരെ ഞങ്ങൾ കാല് നീട്ടിട്ട് തേക്കടെ അപ്പോൾ ഖുർആൻ എതിരിയെ കാല് നീട്ടി നിൽക്കടെ അത് എപ്പത്തുക്കും തീര അതേപോലെ ഖുർആൻ്റെ നൽത്തിൽ വെക്കടെ എനിക്കത്തൊരു അവസ്ഥ ഇതേതും ഇക്കോ തീര ഖുർആൻ്റെ പേജ് മരിക്കുമ്പോഴത്തേക്കോ ഞങ്ങൾ ആ ബെൽത്തേ കയ്യിലായിട്ടിക്കടെ ആ പേജ് മരിക്കണായതും അതേ മുച്ച് വെക്കുമ്പോൾ ആ ബെൽത്തേ ഭാഗത്തായിട്ട് വെക്കുക ഖുർആൻ വെക്കുമ്പോൾ എത്തരത്തിൽ വെക്കുക ചില ആൽമാരെതിരെ നൽത്തിലേ വെക്കടെ എനിക്ക് താൽമാറുള്ള അതും തീരാണ്ടായിട്ടിക്കടെ ഏതെങ്കിലും ഹൈറ്റുള്ള ജാഗയിലായിട്ടിക്കടെ ഖുർആൻ വെക്കണ ഇപ്പോൾ ഈ വിഷയമെല്ലാം പ്രത്യേകമായിട്ട് ഖുർആൻ്റെ ആ ഒരു അദബ് മര്യാദക ധക്യമുണ്ട് എനിക്കത്തൊരു വിഷയം ഇപ്പം ഖുർആൻ അങ്ങ് എടുത്തു പോകുമ്പോഴത്തേക്കും അങ്ങനെ അതിലെ നടുറക്കീൽ ഇങ്ങനെ കയ്യിലിങ്ങനെ പിടിച്ചു പോകണമെങ്കിൽ എനിക്കത്തെ ആ ഒരു അവസ്ഥയും ഉണ്ടാവത്തില്ല അതിനെ വയത്തിട്ടായിട്ടിക്കണേ ഈ നെഞ്ഞിൻ്റെ ഭാഗത്ത് ഇങ്ങനെ പിടിച്ചിട്ടായിട്ടിക്കണം ഞങ്ങൾ ഖുർആൻ കാരണം അത്ര ഞങ്ങൾ ശ്രദ്ധിക്കണമായി എനിക്കത്തൊരു വിഷയമായിട്ട് ഇപ്പം ഞങ്ങൾ മദ്രസത്തെ മക്ക അങ്ങനെ അങ്ങ് ബാഗ് ഇടുമ്പോഴത്തേക്കോ ചിലപ്പോൾ ഈ കുഞ്ചിര സൈഡ് കിട്ടുക എനിക്കത്തെ ബാഗിക്കിട് ആ മക്കൾ ആ ഖുർആനായി ബാക്ക് ഭാഗത്ത് ഇങ്ങനെ ടച്ചായിട്ടായിട്ടിക്കട് നടുറ കീഴിലായിട്ട് ഇങ്ങനെ എടുത്തു പോകേണ്ടത് ഇതെല്ലാം ആ ഒരു ഖുർആൻ കുട്ടിയെ കാണുക എനിക്കത്തെ ഒരു അദബ് കേടായിട്ടിക്കട് അത് തീരാണ്ടായിട്ട് എത്ര ഞങ്ങൾ എന്താക്കണം ഖുർആൻ്റെ മര്യാദ ഞങ്ങൾ കീപ്പാക്കൊണ്ടായിട്ടിക്കട് അപ്പോൾ ഈ വിഷയമെല്ലാം പ്രത്യേകമായിട്ട് ഞങ്ങൾ ശ്രദ്ധിക്കണ എനിക്കത്തെ വിഷയമായിട്ടിക്കട് അതേപോലെ ഖുർആൻ ഓതിയോൽ പിന്നെ സ്വദഖല്ലാഹുൽ അലീം ഈ ഒരു വിഷയം ഈ ഒരു ദിക്റും കൂടി ഞങ്ങൾ ചൊല്ലുന്നുണ്ടായിരിക്കണം ഇങ്ങനെ ഖുർആൻ ഓതിയിട്ട് ഇപ്പോൾ ഏത് മധ്യത്തിൽ ഞങ്ങൾ വെച്ച് സ്റ്റോപ്പ് ആക്കണമെന്നുണ്ടെങ്കിലും അപ്പോൾ സ്വദഖല്ലാഹുൽ അലീം ഇങ്ങനെ ചൊല്ല കാരണം ഇങ്ങനെ ചൊന്നതിന് കണ്ടെങ്കിൽ കലീമ അവസാനം മരിക്കുമ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊന്നിട്ട് മരിക്കുന്ന എനിക്കത്തെ വലിയൊരു സൗഭാഗ്യമായിട്ട് കിടവണോ കിട്ടിയത് അപ്പോൾ ഈ വിഷയമെല്ലാം പ്രത്യേകമായിട്ട് ഞങ്ങൾ എല്ലാവരും ശ്രദ്ധിക്കണ എനിക്കത്തെ ഒരു കാര്യമായിട്ട് പ്രത്യേകിച്ചും ഖുർആൻ ഖത്തം തീർക്കണ എനിക്ക് താൽമ ഈ വിഷയമെല്ലാം പ്രധാനമായിട്ടും ശ്രദ്ധിക്കുക ഖുർആൻ്റെ ആ ഒരു അദബക മര്യാദക ധക്യപണ്ട എനിക്കത്തെ ഒരു വിഷയം ഞങ്ങളുടെ ഭാഗത്തിൽ എത്ര കാരണം അത് അള്ളാഹുടെ കലാമായിട്ടിക്കട് വലിയ മഹത്വമായിട്ടിക്കട് ഈ ഖുർആനുള്ളത് അതിൻ്റെ മഹത്വം ചൊന്നു തീർക്കോ സാധ്യമല്ല അപ്പോൾ അതിൽ എത്ര ഞങ്ങൾ ജാഗ്രതാക്കിയിട്ട് എത്ര അതബോടുകൂടെ ഓതിട്ട് അത് വെക്കണായ രൂപത്തിൽ ഞങ്ങൾ വെക്കണുണ്ടായിട്ടിക്കട് റബ്ബ് ഖുർആൻ്റെ ആൽമാരെ കൂട്ടത്തിൽ അള്ളാഹു ഞങ്ങളെ ഉൾപ്പെടുത്തി തെറുമാറാകട്ടെ ചൊമ്മ ഖുർആൻ ഓതുള്ള തൗഫീക്ക് അള്ളാഹു ഞങ്ങൾക്ക് തന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ ആമീൻ യാ റബ്ബൽ ആലമീൻ അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു